കല്ലുന് V4 വട്ടോളിയാ? കല്ലുനെ കാണുന്നില്ല. കല്ലുന് V4 എന്താ? ഐ ലവ് യു. ഞങ്ങൾക്ക് ഐ ലവ് യു ഉള്ളു. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ സൗദിയില് സമ്മറൊക്കെ പോയി വിൻ്ററൊക്കെ വരവായി. അപ്പോൾ വിൻ്റർ സമയം ആകുമ്പോഴത്തേക്കാണല്ലോ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പുറത്ത് പോകാൻ പറ്റണ ടൈം. അങ്ങനെ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ട് പോകുന്നത് ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ്. വിൻ്റർ സമയത്ത്, അതായത് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് ഇനി അങ്ങോട്ട് പോയിരുന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. സൗദിയിൽ വിജനമായി ഇങ്ങനെ കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, കണ്ടില്ലേ? നല്ല ഭംഗി തന്നെയാണ് കാണാൻ. പച്ചപ്പുകൾ വളരെ കുറവാണ് മിക്ക സ്ഥലങ്ങളിലും സൗദിയിൽ കണ്ടിട്ടുള്ളത്. ഈ ദമാമിലേക്കൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പച്ചപ്പ് ഫീൽ ചെയ്യാറ്. അല്ല, നമ്മുടെ റിയാദിൽ ഭയങ്കര കുറവാണ് ഈ പച്ചപ്പ് കാണുക എന്ന് പറയുന്നത്, ഭയങ്കര കുറവാണ്. ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഫാം ഏരിയകളൊക്കെ ഉണ്ട്, അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ഈ പച്ചപ്പുകൾ കാണുക. അപ്പം നമ്മൾ പോകുന്നത് അൽഖർജിലുള്ള ഒരു സ്ഥലമാണ്. റിയാദിൽ നിന്ന് ഒരു 1 hour ട്രാവൽ ചെയ്താൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിജനമായ സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്യാമറയിൽ പകർത്തിയതാണ്. എങ്ങനെയായാലും പ്രകൃതി സുന്ദരിയാണല്ലോ. അത് പച്ചിപ്പാണെങ്കിലും ഇതുപോലെ തരിശായിട്ട് കിടന്നാലും അതിന് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. നമ്മൾ എല്ലാത്തിൻ്റെയും സൗന്ദര്യം എങ്ങനെ ആസ്വദിക്കുന്നു എന്ന് ഉള്ളതുപോലെ ഇരിക്കും നമ്മുടെ കാഴ്ചകൾ എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. നമ്മളങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതൊരു അൽപാക്ക ഫാമാണേ. ഇവിടെ അൽപാക്ക മാത്രമല്ല ഉള്ളത്, അതുപോലെ കുറച്ച് ബേർഡ്സുകളുണ്ട്, പിന്നെ നമ്മുടെ പശുക്കുട്ടികളുണ്ട്, പിന്നെ മാൻ, അങ്ങനെ കുറേ സംഭവങ്ങളും കൂടിയൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും മെയിനായിട്ടുള്ളത് അൽപാക്കയാണ്. ഭയങ്കര ക്യൂട്ടായിട്ട് അതിനെ തൊടുമ്പോൾ നമുക്ക് ടെഡിബിയറിനെയൊക്കെ തൊടുന്ന ഒരു ഫീലാണ് കിട്ടാറ്. എന്നാൽ കാണുമ്പോഴത്തേക്ക് ഒരു ക്യാമലിൻ്റെ കുഞ്ഞിനെ പോലെ തോന്നുകയും ചെയ്യും. എന്തൊരു സ്നേഹം നോക്കിയ നല്ല പുല്ലൊക്കെ ഉണ്ടായി കൊടുക്കാറ്. കുറുക്കനാ? വരുന്നുണ്ടോ? നിന്നെയാണല്ലോ അങ്ങ് പിടിക്കുന്നത് നിങ്ങൾക്കൊക്കെ. ലാസ്റ്റ് പോരെ? ഇത് നിന്റെ അടുത്താണോ? ഇത് നിങ്ങൾ എന്താടാ നിന്റെ അടുക്കല്? നിങ്ങളുടെ കയ്യിൽ എന്താ ഇത്ര പ്രത്യേകത? എനക്കും പിടിക്കണം. പേര് എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയോ? അതിന്റെ സൗണ്ട് കേട്ടോ.
ആട് കൊള്ളല്ലേ. ഫാമിലി ഒത്തായാലും ഫ്രണ്ട്സ് ഒത്തായാലും എന്താ കാണാൻ ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെയുണ്ട്, ഒരുപാടുണ്ടെന്നേ. ഇതൊക്കെയാണ് കറക്റ്റ്. അറിയില്ലടാ. അമ്മ അന്നാ, പക്ഷെ അമ്മയെ കാണുന്നില്ല. ഏയ് ഒന്നും ഇല്ല കയ്യില്. വേണ്ട വേണ്ട വേണ്ട, അങ്ങനെയൊന്നും കൊടുക്കണ്ട. അതിന് വേറെ അതിന്റെ ഫുഡല്ലേ കഴിക്കുക. അതാ ഒന്ന് തൊടടാ, നിന്റെ അടുത്ത് വന്നതല്ലേടാ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അടുത്ത വഴി ഉണ്ട് കേട്ടാ, പക്ഷെ അത് അതിനെ അടുത്ത് പോവല്ലേ. കല്ലു
അങ്ങനെ ഒരു മിനി സൂ ഒക്കെ കണ്ടിട്ട് ഇറങ്ങണ പോലെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഇതാ വിശാലമായ ഒരു സ്ഥലത്താണ് എത്തുന്നത്. ഇവിടെ നമുക്ക് നിറയെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ അൽപാക്ക കൂടുതലായിട്ട് ഉള്ളത്. അതിനെ ഫുള്ള് ഓപ്പൺ ആക്കി വിട്ടേക്കാണ്. നമ്മുടെ അടുത്ത് വരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് ആണ് അത് പെരുമാറുന്നതും എല്ലാം. അപ്പോൾ അത് വിശാലമായിട്ടൊരു സ്ഥലം കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല മാറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. പോകുന്ന ആ വഴികൾ പോലും നല്ല മനോഹരമായിട്ട് നിറയെ ചെടികളും പുല്ലുകളും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഇതെല്ലാം പോരാനായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു ചെറിയ പ്ലേ ഏരിയയും കൂടി ഇവിടെയുണ്ട്. ഈ പുല്ലൊക്കെ കാണുമ്പോൾ പണ്ട് നാട്ടിൽ ഇതുപോലത്തെ നിറയെ പുല്ലുകൾ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെയാണ് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. എന്തായാലും ഇതുവഴി നടക്കാൻ നല്ല രസമാണ്. പെയ്ഡായിട്ടുള്ള പ്ലേ ഏരിയയും ഉണ്ട്, അല്ലാതെ പെയ്ഡല്ലാതെ കുട്ടികൾക്ക് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഓപ്പൺ പ്ലേ ഏരിയയും ഉണ്ട്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളൊരു സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ഇനി ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഇരിക്കാം, കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫ്രണ്ട്സ് ഒത്താണെങ്കിലും ഫാമിലി ഒത്തായിട്ടാണെങ്കിലും ഇനി ഒറ്റയ്ക്ക് വന്നാൽ പോലും നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. സമ്മറൊക്കെ മാറി വിന്റർ വരവായല്ലോ. ഇനി അങ്ങോട്ട് ഇതുപോലത്തെ സ്പേസുകളിലൊക്കെ ഇരിക്കാൻ നല്ല രസം തന്നെയാണ്. വലിയ ചൂടില്ല, എന്നാൽ ഓവറായിട്ട് തണുപ്പായി തുടങ്ങിയിട്ടും ഇല്ല. തണുപ്പായാൽ പോലും നല്ല രസമാണ്. ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ ചൂട് ആകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇതുപോലെ സ്ഥലങ്ങളിൽ പോകാനും പാർക്കിലൊക്കെ പോകാനും സ്പെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ ചൂട് സമയത്താണ്. അപ്പം ഇനി അങ്ങോട്ടുള്ള സമയം സൗദിയിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചൂടൊക്കെ മാറി തണുപ്പാവുകയാണല്ലോ. ഈ ചൂട് മാറി തണുപ്പാകുന്ന ടൈം തൊട്ടേ ഇതുപോലെ പുറത്തൊക്കെ പോയിരിക്കാൻ നല്ല രസമാണ്. വലിയ ചൂടില്ലാതെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് കുട്ടികൾക്കും കുറച്ച് എൻജോയ്മെൻ്റ് ഒക്കെ ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. സിറ്റിംഗ് ലാൻഡ്സ്കേപ്പിൻ്റെ അവിടെയായിട്ട് നിറയെ പനന്തോട്ടം ഉണ്ടായിരുന്നു. നിറയെ ഈന്തപ്പഴം ഉണ്ടായി നിൽപ്പുണ്ട്. അവിടെയായിട്ട് ഇതാ കുറച്ച് ഒരു ഫാം പോലെ അവിടെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തായിരുന്നു ഒട്ടകപ്പക്ഷിയൊക്കെ ആയിരുന്നു തോന്നുന്നു അവിടെ. എനിക്ക് ഓർമ്മയില്ല, അവിടെ ചെല്ലുമ്പോഴറിയാം. എന്തായാലും ഇതാ നിറച്ച് ഈന്തപ്പഴമൊക്കെ ഉണ്ടായി നിൽപ്പുണ്ടായിരുന്നു. നിറയെ എല്ലാത്തിലും നിറയെ കയറുന്നു. അങ്ങനെതാ ഇവിടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണിതാ അവിടെ നിറയെ അൽപാകകൾ എത്തിയിട്ടുണ്ട് ഉള്ളത്. ഈ പനന്തോട്ടത്തിലൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. നേരെ അവരുടെ അടുത്തേക്കാണ് പോയത്. ഇനിയുള്ള ടൈം ഫുൾ അവർ ആ ലാൻഡ്സ്കേപ്പിലൊക്കെ ഓടി നടക്കുകയാണ്. ഇതിനെ കാണുമ്പോഴത്തേക്ക് കറക്റ്റ് ടെഡി ബിയറിൻ്റെ ഒരു ഫീലാണ്. കാണുമ്പോൾ ലുക്ക് നമ്മുടെ ഒട്ടകത്തിൻ്റെ കുട്ടീനെ പോലാണെങ്കിലും തൊടുമ്പോഴൊക്കെ ഒരു ടെഡി ബിയറിനെ തൊടുന്നത് പോലെയുണ്ട്. മനുഷ്യരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ലിയാണ്. ഒന്നും ചെയ്യൂലടാ. ഇല്ലടാ. എന്തോ പപ്പയുടെ ഉണ്ട്. എന്തു പറ്റി? പപ്പ അവിടെ ഉണ്ടല്ലോ. എന്തു പറ്റി? പഞ്ചസാര കൊണ്ടുവന്നാൽ നല്ല നാരങ്ങ വെള്ളം ഉണ്ടാക്കായിരുന്നു.
ദാ ഇവിടെ വന്നിരുന്ന പിന്നെ സമയം പോകുന്നതേ അറിയില്ല. വലിയ ചൂടൊന്നും ഇല്ലാതെ എന്നാൽ നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ചിരുന്ന് ഒട്ടും ബോറടിക്കാതെ തന്നെ അവിടെ ഇരിക്കാൻ പറ്റും. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾ ഫുൾ അവിടെ ഇരുന്ന് കളിയൊക്കെയായി. നമ്മളിതാ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് പോവുകയായിരുന്നു. ഒട്ടും തന്നെ ബോറടിക്കില്ല. നമ്മൾ ഫുഡ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ടീ ഒക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് ഏകദേശം ഇരുട്ടായി. നമ്മൾ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കാണ് തിരിച്ചവിടെ നിന്ന് ഇറങ്ങിയത്. അതുവരെ നമുക്ക് ഒട്ടും ബോറടിക്കാതെ തന്നെ അങ്ങനെ അവിടെ ഇരിക്കാൻ തോന്നുമായിരുന്നു. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. മിക്കി മൗസ്
നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? This is too much. ഞാൻ എന്തൊക്കെയാ എടുക്കുക ദൈവമേ. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഇതിനുള്ളിൽ ചേർന്നപ്പം ഇതിനുള്ളിൽ തന്നെ ഒരു പ്ലാന്റ് സ്റ്റോർ ഉണ്ടായിരുന്നു. ചെടികൾ കണ്ടാൽ പിന്നെ എനിക്ക് എൻ്റെ നോട്ട് ഫുൾ ഇതിൽ ഏതാ എടുക്കുക എന്നുള്ളതായിരിക്കും. എന്തായാലും ഏത് ചെടിക്കടയിൽ പോയാലും ഒന്നിക്കൂടലെങ്കിലും ഞാൻ എടുത്തിരിക്കും. അങ്ങനെ ഇവിടെ വന്നപ്പോഴും ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്നതേ എടുക്കും. കാരണം ആദ്യം പണ്ടിങ്ങനെ സൗദി വന്ന ടൈമിൽ ഇതുപോലെ വാങ്ങിയിട്ട് കുറേ കരിഞ്ഞു പോയ അനുഭവം ഉണ്ടേ. ഞാൻ എന്താ ചെയ്ത റോസയൊക്കെ അങ്ങ് മേടിച്ചു. പക്ഷേ അതുപോലെ കുറച്ച് നാൾ നിന്ന് അതുപോലെ കരിഞ്ഞു പോവുകയും ചെയ്തു. അതിനുശേഷം ഫുൾ ഇൻഡോർ പ്ലാന്റ്സിലേക്ക് മാറി. അതാവുമ്പോഴത്തേക്ക് വലിയ പ്രശ്നമില്ലല്ലോ, വീടിനുള്ളിൽ വെക്കുമ്പോൾ അതുപോലെ നിന്നോളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇൻഡോർ കളക്ഷൻ കുറച്ചധികം നന്നായിട്ട് തന്നെ ഉണ്ട്. ഇവിടെ വന്നപ്പോഴും എൻ്റെ കയ്യിലില്ലാത്ത ഇൻഡോർ കളക്ഷൻ ഏതാണ് ഉള്ളതെന്ന് കരുതി അത് നോക്കി വാങ്ങാനാണ് ഞാൻ ഫുള്ള് നോക്കിയത്. എന്നാലും എന്താ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് അറിയാതെ അങ്ങോട്ടൊന്ന് നോക്കി പോകും. പക്ഷെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ട് വാങ്ങില്ല. എന്നാലും അറിയാതെ അങ്ങോട്ട് നോക്കി ഒരു ആഗ്രഹം തോന്നിപ്പോവേ, ഇതുപോലെ പൂക്കളുണ്ടായി നിന്നാൽ എന്ത് ഭംഗിയാ എന്ന് വെച്ചിട്ട്. എന്തായാലും ഈ പ്രാവശ്യം അങ്ങനെയൊന്നും അബദ്ധം പറ്റി വാങ്ങിയിട്ടില്ല. ഇൻഡോർ പ്ലാന്റ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളത്. ഇവിടെ 2 റിയാൽ തൊട്ടേ പ്ലാന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നിറയെ പ്ലാന്റ്സ് ഉണ്ട്. അതിൽ എല്ലാം ഏകദേശം എനിക്ക് തോന്നുന്നു 2 റിയാൽ തൊട്ടേ പ്ലാന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങി ഇറങ്ങിയപ്പോഴാണ് ഇതാ കോഴിക്കുഞ്ഞിനെ കണ്ടത്. എന്തായാലും അതിനെ വാങ്ങിയിട്ട് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും അതിനുള്ള പരിപാടിയിലേക്കൊന്നും കയറിയില്ല. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. സമയം ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്ന് എനിക്കിതാ പ്ലാന്റ്സും കിട്ടിയതാ. നിറയെ ടൈം ഇതുങ്ങളോടൊക്കെ ഇപ്പോൾ സ്പെൻഡ് ചെയ്യാനും പറ്റി. ഇതുപോലെയുള്ള കുറച്ച് മനോഹര കാഴ്ചകളൊക്കെ കാണാനും പറ്റി. മനു പോകാൻ നേരത്ത് ഇവരോട് കുറെ നേരം സംസാരിച്ചിരുന്നു. മനുവിന് ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പെറ്റിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മനുവിന്. അപ്പോൾ പറ്റിയാലൊന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കിയേക്ക്. നല്ല സ്ഥലമാണ്, നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. രാത്രിയായിട്ടുണ്ട്, ഒരു 9:30 സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം പറയണേ. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും പറയണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. എന്നാൽ ശരി, ഓക്കെ, ബൈ.